ചേച്ചി ഇതുവരെ റെഡിയായില്ലേ? ഓ, ഞാൻ വരുന്നില്ല. അതും ചേച്ചി അങ്ങനെ പറയുന്നേ? വേറെ ആരുടെ അല്ലല്ലോ, നിത്യയുടെ സഞ്ചയനമല്ലേ. അതിന് പോണം, പങ്കെടുക്കണം. ശരിയാ പ്രേമേ, നീയും കൂടെ പോകുന്നതാ നല്ലത്. ഞാനില്ല. ഒന്നാമതേ, എനിക്ക് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇതാണെങ്കി വേണ്ട, നീ തനിച്ചങ്ങ് പോയാ മതി. പേടിയാണല്ലേ? അല്ല, എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞ ഇവിടെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാത്തത്. ദുർമരണം ചെയ്ത ആത്മാവിനെയാ ഉച്ചാരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. പോവോ? ഇല്ല. അതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും. കൊള്ളാവുന്ന ആരുടെയെങ്കിലും ദേഹത്തോട്ട് അങ്ങ് കേറും. ഓ, കഷ്ടകാലത്തിന് അത് എന്റെ കാണും ദേഹമാണെങ്കിലേ അതോടെ തീർന്നില്ലേ? അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോകണ്ട സിദ്ധു. നീ മാത്രം പോയിട്ട് വന്നാ മതി. സഞ്ജയനല്ലേ, എല്ലാരും കൂടെ പോവേണ്ട ആവശ്യമില്ല. എന്റെ ചേച്ചി കഷ്ടമുണ്ട്. 21 ഇപ്പോഴും ഇങ്ങനെയൊക്കെയാണോ ചേച്ചി വിചാരിച്ചോണ്ടിരിക്കുന്നത്? ആത്മാവ് മണ്ണം കെട്ട. ശരി, വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ തനിച്ചങ്ങ് പൊക്കോളാം. ചിതയ്ക്ക് തീ കൊളുത്തിയവൻ തന്നെ വേണമല്ലോ കർമ്മങ്ങൾ ചെയ്യാനും. എന്റെ ദേഹത്തേക്ക് ആത്മാവ് കയറുന്ന പേടിയൊന്നും എനിക്കില്ല. അഥവാ ഇനി ആത്മാവ് കയറിയാലും എനിക്കൊരു പ്രശ്നമില്ല. നിത്യയുടെ ആത്മാവല്ലേ, അത് ഞാനങ്ങ് സഹിച്ചു. ഞാനുണ്ട്. എങ്ങോട്ട്? സഞ്ചയനത്തിന്. ഏയ്, അതൊന്നും വേണ്ട, നീ ഒന്നും വരണ്ട. അവിടെ പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് കേട്ടു. എനിക്ക് അവളെ ഒന്ന് പരിചയപ്പെടാമല്ലോ. നീ എന്ത് കാര്യത്തിന് അവളെ പരിചയപ്പെടുന്നത്? അല്ല, ഒരാള് വരുമ്പോ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതല്ലേ? നല്ലതല്ല, പ്രത്യേകിച്ചും പരിചയപ്പെടുന്നത് നീ ആവുമ്പോ. എന്റെ കൂടെ വരാമെന്ന് നീ വിചാരിക്കണ്ട, ഞാൻ കൊണ്ടുപോകത്തില്ല. ഓ, തനിച്ച് പോയാലല്ലേ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ പറ്റൂ, അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാ ഞാൻ തനിച്ചു പോകുന്നത്. വേറൊന്നുമില്ലല്ലോ.